നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അവന്റെ മെസ്സേജ് നോക്കാം. ഓ പക്ഷേ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. മാന്യമായ തുക കിട്ടുന്നുണ്ട്. ഓട്ടോയ്ക്ക് അല്ലെങ്കിലും ഒരു മിനിമം ഗ്യാരണ്ടി ഉണ്ടല്ലോ. അല്ലേലും മാധവേട്ടനെ ആരും വിശ്വസിച്ച് വണ്ടി ഏൽപ്പിക്കും. ഒന്നാമത്തെ കാര്യം മെക്കാനിക് ആയതുകൊണ്ട് വണ്ടി ഒരിക്കലും വഴിയിലാകുമെന്ന പരാതി കേൾക്കണ്ട. ഇതുവരെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ അങ്ങ് പോവാ. എല്ലാം ദൈവാനുഗ്രഹം. ചിലരൊരു പ്രായം കഴിഞ്ഞ ഒരു പണിയും ചെയ്യാതെ വീട്ടിൽ തന്നെ കൂലി കൂടിയിരിക്കും. അതും ശരിയാ. എന്നാലും രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരു ജോലിക്ക് പോകുമ്പോ ഒരു പ്രത്യേക എനർജിയാ. ഓട്ടോ ഉള്ളപ്പോ ഓടാം, അല്ലാത്തപ്പോ 10 പേരെ കണ്ട് സംസാരിക്കാനും പറ്റുമല്ലോ. ഒന്ന് വെയിറ്റ് ചെയ്യണേ, ഞാൻ ഇപ്പൊ വരാം കേട്ടോ. ഓ ശരി. വൈകരുത് കേട്ടോ. കന്നിമൂലയിൽ ബെഡ്റൂം തന്നെ വേണം. അതങ്ങനെ തന്നെ വരൂ. ഇത് വസ്തുവിന്റെ കിടപ്പുകൊണ്ട് സാറിന് തോന്നുന്നത്. ശരി, പാറ ഇറക്കുമ്പോഴേ ലോഡ് ശ്രദ്ധിക്കണം. ഇതായി 5 ലക്ഷം രൂപയുണ്ട്. പണി തുടങ്ങിക്കോ. കയ്യിൽ വെച്ചിരുന്നാലേ ശരിയാവില്ല. ഇതിലൊരൊപ്പിട്. ക്യാഷ് തന്നാലേ എല്ലാത്തിനും ഒരു രേഖ വേണമല്ലോ. ഇതെന്റെ ജീവിതത്തിൽ ആദ്യത്തെ അനുഭവമാണെന്നല്ലേ? ഓ അതെ. ഞാനിങ്ങനെയാ, എന്തു കൊടുത്താലും എല്ലാത്തിനും അതിൻ്റെതായ കണക്ക് വയ്ക്കും. അപ്പോ എല്ലാം പറഞ്ഞ പോലെ. ഓക്കെ. എന്തു പറ്റി മാധവേട്ട? അല്ല, ആ പോയത് എന്റെ മൂത്ത മോനാ പ്രകാശ്. അവൻ ആരോടോ സംസാരിക്കുന്നതും പണം കൊടുക്കുന്നതൊക്കെ കണ്ടു. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അവിടെ ഫ്ലോട്ടുകൾ തിരിച്ചു വിൽക്കുന്ന വസ്തുക്കളാ. ഓ, മാധവേട്ടന്റെ മോൻ സംസാരിച്ചത് ആ ബിൽഡിംഗ് കോൺട്രാക്ടർ ബിജുവിനോടാ. പണം ഏൽപ്പിച്ച സ്ഥിതിക്ക് വീട് പണിയാനുള്ള കോൺട്രാക്ട് പറഞ്ഞുറപ്പിച്ചതായിരിക്കും. വാ പോവാം മാധവേട്ട. പോവാം മാധവേട്ട. കറണ്ട് പോയോ? ഇൻവേർട്ടർ വർക്കിംഗ് ഇല്ലേ? വർഷയുടെ ഫോണിലാണല്ലോ നോട്ടിഫിക്കേഷൻ വരുന്നത്. കറണ്ട് പോയപ്പോ മൊബൈൽ ക്യാമറ ഓഫായി. അതാ മൊബൈൽ റേഞ്ച് വന്നത്.
പക്ഷേ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. ആഹാ, വോയിസ് മെസ്സേജ് അയച്ചിട്ടുണ്ടോ? പക്ഷേ നീ എവിടെയാ? നിന്നെ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. ഓഹോ, നീ എന്താ തിരിച്ചു വിളിക്കാത്തത്? ഞാൻ എത്ര തവണ നിന്നെ വിളിച്ചു എന്നറിയോ? ഓ, തീർന്നില്ല. അവന്റെ കുറെ മിസ് കോളും കിടപ്പുണ്ട്. ശ്ശേ. അല്ല, ഏട്ടൻ ഓഫീസിൽ പോകുന്നില്ലേ? പോണം. എന്താ ഒരു അസ്വസ്ഥത? വീണ്ടും പഴയ മൈഗ്രെയിൻ വന്നോ? എങ്കിലിന്ന് റെസ്റ്റ് എടുക്കേട്ടാ. റെസ്റ്റ് എടുക്കണം, അല്ലാതെ പറ്റില്ല. ഇപ്പോ ആശ്വാസമായി. ആ ഇൻവെർട്ടർ മാറ്റണം. എന്നാ ഞാൻ പോയിട്ട് വരട്ടെ? അല്ല, മൈഗ്രെയിൻ റെസ്റ്റ് എടുക്കണോന്ന് പറഞ്ഞിട്ട് ഇപ്പൊ മാറി. ഇത്ര പെട്ടെന്നോ? ആ, ഈ ഏട്ടന്റെ ഒരു കാര്യം. പക്ഷേ നീ കുടിക്കാൻ കുറച്ച് വെള്ളം എടുത്തിട്ട് വരും. ശ്യാം, കുത്തിയിരുന്ന് വിളിക്കാവൻ. ആ, അവളുടെ ഫോണെ എയ്റോപ്ലെയിൻ മോഡിലാ. അളിയാ മിഥുനെ, ചായ കൊള്ളാല്ലേ? ഒന്നുകൂടെ കീച്ചണോ? ആ, ബിയറായിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞേനെ 1-2 എണ്ണം. പിന്നെ ബിയറടിക്കാനുള്ള മേളം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.